ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ടെസ്റ്റ് നെറ്റുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് ഏകദേശം 1 വീക്ക് ആവുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, എനിക്ക് പനിയായിരുന്നു ഗൈസ്. അപ്പം പനിയായിട്ട് തീരെ വയ്യാതിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ്. മേ ബി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കാം. എനിവേ, വേറൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ ഈ കഴിഞ്ഞ 16-17 തീയതികളിൽ ഏകദേശം 4ഓളം എയർ ഡ്രോപ്സ് ലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കും കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അന്ന് ഞാൻ അതിൻ്റെ ക്ലെയിമിങ്ങും ഡീറ്റെയിൽസ് ഒക്കെ ഇടണം, വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. അപ്പോഴാണ് എനിക്ക് പനിയായത്. സോ എനിക്കത് ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ എല്ലാ തന്നെ നമ്മുടെ ടെലിഗ്രാമിൽ അപ് ടു ഡേറ്റ് ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു. സോ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എയർ ഡ്രോപ്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എലിജിബിൾ ആയിട്ടും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഫോംസും കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ കയറി ഒരു അപ്പീൽ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്കത് കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫിയാമ ലാബ്സിന്റെ ടെസ്റ്റ് നെറ്റ് ആണ്. അപ്പോൾ ഓൾറെഡി ഇവർക്ക് 4 മില്യൺ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. ലൈറ്റ് സ്പീഡ്, ആക്ഷൻ, L2IV എന്നിവരൊക്കെയാണ് ഇതിന്റെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരുടെ ലൈറ്റ് പേപ്പറിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, വേണ്ടവർ കയറി ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി നടത്തിയ ശേഷം മാത്രം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ടെസ്റ്റ് നെറ്റ് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ടെസ്റ്റ് നെറ്റ് സൈറ്റിൽ കയറുക. ദെൻ ഇവിടെ നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. 2 വാലറ്റാണ് ഇവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടത്. ഒന്ന് മെറ്റാമാസ്കും പിന്നെ ഒന്ന് യൂണിസാറ്റ് വാലറ്റും ആണ്. ആദ്യം നിങ്ങൾ യൂണിസാറ്റ് വാലറ്റ് കണക്ട് ചെയ്യുക, ദെൻ മെറ്റാമാസ്ക് വാലറ്റ് കണക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ 2 വാലറ്റും കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 100 പോയിന്റ്സ് കിട്ടുന്നതാണ്. അതായത് ഫ്ലഫ് എനർജി പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. ദെൻ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പോസിറ്റും വിഡ്രോയും ചെയ്യണം. സോ ഡെയിലി നിങ്ങൾ 2 ഡിപ്പോസിറ്റും 2 വിഡ്രോയിലും ചെയ്യേണ്ടതാണ്. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്ലഫ് എനർജി പോയിന്റ്സ് കിട്ടും. അപ്പോൾ 2 ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ 1000 പോയിന്റ്സും 2 വിഡ്രോയിൽ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ 2000 പോയിന്റ്സും ആണ് ലഭിക്കുക. അപ്പോൾ നമുക്കിവിടെ ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ സിഗ്നെറ്റ് BTC ആവശ്യമാണ്. അതിനായിട്ട് നമുക്ക് സിഗ്നെറ്റ് BTC ഫോസറ്റിലേക്ക് പോവാം. അപ്പോൾ ഫോസറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് എൻ്റർ യുവർ സിഗ്നെറ്റ് അഡ്രസ് എന്നുള്ള ബോക്സിനകത്ത് നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. സോ അഡ്രസ്സ് എടുക്കാനായിട്ട് നിങ്ങൾ യൂണിസാറ്റിൽ കയറി, ഓൾറെഡി വാലറ്റ് കണക്ട് ആയതുകൊണ്ട് നമുക്ക് യൂണിസാറ്റിൽ കയറി അഡ്രസ്സ് എടുത്ത് പേസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അങ്ങനെ നിങ്ങൾ അഡ്രസ്സ് പേസ്റ്റ് ചെയ്തതിനു ശേഷം ഗെറ്റ് സിഗ്നെറ്റ് BTC എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോസറ്റിലേക്ക് ക്ലെയിം ആവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 0.0001 സിഗ്നെറ്റ് BTC ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി നിങ്ങൾ OKXലാണ് കയറുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് 0.002 സിഗ്നെറ്റ് BTC ലഭിക്കുന്നതായിരിക്കും. അവിടെ കുറച്ച് ടാസ്കുകളുണ്ട്. അവർ പറയുന്ന ആ ഒരു ടാസ്കുകളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സൈറ്റിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. സോ അതിനായിട്ട് നിങ്ങൾ ബ്രിഡ്ജിന്റെ സൈറ്റിലേക്ക് പോവുക. ദെൻ അവിടെ നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് എന്നും വിഡ്രോ എന്നും കാണിക്കും. ഇവിടെ നിങ്ങൾ ഡിപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഡിപ്പോസിറ്റ് എടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾ എമൗണ്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് 0.0001 ആണുള്ളത്. സോ നമ്മൾ അത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഹോളസ്കിയുടെ അഡ്രസ്സ് കൊടുക്കണം നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് അല്ല, നിങ്ങളുടെ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നാൽ മാത്രം മതി. ദെൻ ഇവിടെ നിങ്ങൾ ഡിപ്പോസിറ്റ് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ അപ്രൂവ് കൊടുക്കുക. അപ്പോഴത്തേക്ക് അത് ഡിപ്പോസിറ്റ് ആയിക്കോളും. ഇനി നിങ്ങൾ ഇവിടെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കോയിൻസ് വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്യാനായിട്ട് ബ്രിഡ്ജിന്റെ സൈറ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ചെയ്തിരുന്ന സിഗ്നെറ്റിന്ന് ഹോളസ്കിയിലേക്കായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് ചെയ്യണം, ഹോളസ്കിന്ന് സിഗ്നെറ്റിലേക്ക് ചെയ്യണം. അതേപോലെ ഇവിടെ കസ്റ്റം മോഡ് ഒന്ന് എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ 0.00075 കൊടുക്കുകയാണ് എമൗണ്ട്. അവിടെ ഇതാണ് ഇവിടുത്തെ മിനിമം എമൗണ്ട്. അപ്പോൾ അത്രയും നമ്മൾ വിഡ്രോ ചെയ്യുകയാണ്. ഇനി ഇവിടെ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക, ദെൻ വിഡ്രോ കൊടുക്കുക. ദെൻ ഇവിടെ കൺഫർമേഷൻ വരും. കൺഫർമേഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ വിഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് പ്രോസസ്സിംഗ് ആവാൻ കുറച്ച് ടൈം എടുക്കുക. ഒരു ടൈം നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു വിഡ്രോയിലും കൂടെ ഇവിടെ ചെയ്യാവുന്നതാണ്. നമുക്ക് 2 വിഡ്രോയിലാണ് ചെയ്യേണ്ടത്. സോ 2 ചെയ്യേണ്ടത് കൊണ്ട് നമുക്ക് ഇവിടെ ഒരെണ്ണവും കൂടെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരെണ്ണവും കൂടെ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെയിലി 2 ഡിപ്പോസിറ്റും 2 വിഡ്രോയിലും ചെയ്യുക, മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ 3000 ഫ്ലഫ് കോയിൻസ് ആണ് ലഭിക്കുന്നത് ഒരു ദിവസം. അപ്പം ഇനി നിങ്ങൾ ഇവിടെ പ്രൊഫൈലിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത ഡിപ്പോസിറ്റും അതേപോലെ വിഡ്രോയിലേക്ക് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും.
കാണിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഇവിടെ ഡിപ്പോസിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, വിഡ്രോവൽ പെൻഡിങ് ആണ്. സോ അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാണിക്കുന്നതായിരിക്കും. സോ നിങ്ങളത് ചെയ്തിരുന്നാൽ മതി. പിന്നെ ഇനി ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഗാലക്സി ടാസ്കുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ 2 ഗാലക്സി ടാസ്കുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് കയറി ചെയ്യുക. ഫസ്റ്റ് വണ്ണകത്ത് നിങ്ങൾക്കൊരു 1000 ഫ്ലഫ് എനർജി പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. അതിന്റെ ഗാലക്സി ടാസ്ക് ആണ് ഫസ്റ്റ് വൺ. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 500 ഫ്ലഫ് എനർജി പോയിന്റ്സിന്റെ ക്വസ്റ്റ് ആണ്. അപ്പൊ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഗാലക്സി ടാസ്ക് ഒക്കെ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മുടെ വീഡിയോസിൽ ഇതിനു മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈസിയാണ്, സിമ്പിൾ ആണ്, നിങ്ങൾ ചെയ്യുക. അതേപോലെ നമ്മുടെ OKXന്റെ ക്വസ്റ്റ് കൂടെ ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് 2000 ഫ്ലഫ് എനർജി പോയിന്റ്സ് ആയിരിക്കും ലഭിക്കുക. സോ അതിന്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കയറി നിങ്ങൾ ചെയ്തിരുന്നാൽ മതി. ദെൻ നിങ്ങൾ ഇവരുടെ ഡിസ്കോഡിൽ കയറിയ ശേഷം നിങ്ങൾ അവരുടെ റോൾസ് എന്ന് പറഞ്ഞ ചാനൽ കാണും, അതിൽ കയറി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അതുകൂടെ നിങ്ങൾ ചെയ്തേക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലാണ് നമ്മൾ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ ഇടുന്നത്. സോ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, അതുമാത്രം നിങ്ങൾ മിസ്സാക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള വീഡിയോയുടെ ബൈ ഗൈസ്.